ബലിപെരുന്നാളിൻ്റെ വിശേഷങ്ങളും ബലിപെരുന്നാളിൻ്റെ സന്ദേശവും അറിയിക്കാൻ നമ്മുടെ കൂടെയുള്ളത് SKJQ മട്ടന്നൂർ മേഖല ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഇർഷാദ് ഫൈസി ഉസ്താദാണ്. ഉസ്താദിനോട് നമുക്ക് ഈ ബലിപെരുന്നാളിനെ കുറിച്ച് ചോദിച്ച് അറിയാം. എല്ലാവർക്കും എൻ്റെ ബലിപെരുന്നാൾ ആശംസകൾ നേരുകയാണ്. ഈ ബലിപെരുന്നാൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ത്യാഗവും അദ്ദേഹത്തിൻ്റെ സമർപ്പണവും ദൈവത്തോട് കാട്ടേണ്ട സമ്പൂർണമായ രീതിയെക്കുറിച്ചുള്ള ഒരു ചരിത്രത്തിൻ്റെ ഒരു രൂപമാണ്. അതിൽ മെയിനായി വരുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമും ഭാര്യ ഹാജർ ബീവിയും അവരുടെ മകൻ ഇസ്മായിൽ എന്നിവരുമാണ്. അവരെ ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ള അവരുടെ ജീവിതത്തിൽ ഏറ്റവും ത്യാഗസമ്പൂർണമായ ഒരു ചരിത്ര വിശകലനം, അതിൻ്റെ ഒരു ഓർമ്മയാണ് ഈ ബലിപെരുന്നാളിൽ ഉണ്ടാവുന്നത്. പലസ്തീനിലെ ജെറുസലേം എന്ന് പറയുന്ന പ്രദേശത്ത് ജീവിച്ച ആ ഇബ്രാഹിം അലൈഹിസ്സലാമും ഭാര്യയും കുഞ്ഞുമൊക്കെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മക്കയിലേക്ക് വരികയാണ്. എന്ന് വെച്ചാൽ 1600 കിലോമീറ്ററുകൾ സഞ്ചരിച്ചു കൊണ്ടാണ് അവർ മക്കയിലെത്തുന്നത്. മക്ക ഒരു വിജനമായ ഭൂമിയാണ്. അവിടെയാണ് അള്ളാഹുവിൻ്റെ ഒരു ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി, ഒരു പുതിയ സമൂഹത്തിനെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ആ മക്കയിലേക്കുള്ള ദൗത്യം ഏറ്റെടുത്ത് മക്കയിലേക്ക് ആ കുഞ്ഞിനെയും കൂട്ടി വരുന്നത്. കുഞ്ഞിനെ ഭാര്യയും കൂട്ടി അവിടെ വന്ന് അവിടെ താമസം ആരംഭിച്ച് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം വീണ്ടും പലസ്തീനിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇവിടെ വെച്ച് ആ കുഞ്ഞിനെ പരിപാലിച്ച് നോക്കേണ്ട ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തന്നെ അവരുടെ ഭാര്യ ഹാജർ ബീവി ദിനങ്ങൾ പിന്നിടുന്നതിൻ്റെ ഇടയിൽ ആ കുഞ്ഞിന് ദാഹിക്കുന്ന അവസ്ഥയും പാലിൽ കിട്ടാത്ത അവസ്ഥയൊക്കെ ഇങ്ങനെ കടന്നു പോവുകയാണ്. അങ്ങനെ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള സഫ മറുവ എന്ന് പറയുന്ന 2 മലകളിലേക്ക് ഓടി നടന്ന് വെള്ളത്തിന് വേണ്ടി ആഗ്രഹിച്ച് വിഷമിച്ച് നടക്കുന്നതിനിടയിലാണ് തൻ്റെ കുഞ്ഞ് കിടന്ന സ്ഥലത്ത് കാലിട്ടടിച്ചെടുത്ത് നിന്ന് ഒരു ജലത്തിൻ്റെ നീരുറവ പൊട്ടുന്നത്. അതിന് നമ്മൾ സംസം എന്നാണ് പറയുക. സംസം എന്ന് പറഞ്ഞ സത്യത്തിൽ അതൊരു പിന്നെന്താ പറയുക, ഒരു കൽപ്പനാ വാക്കാണ്. അതായത് വെള്ളം ഇങ്ങനെ വാർന്നൊഴുകുന്ന വെള്ളത്തോട് നീ നിൽക്കൂ എന്ന് പറയുന്ന അർത്ഥം വരുന്ന പദം. ആ വെള്ളമില്ലാത്തയിടത്ത് നിന്ന് വെള്ളം ഇങ്ങനെ പൊട്ടി ഒഴുകുമ്പോൾ ഉമ്മ മകനും തങ്ങൾക്കും വേണ്ട വെള്ളത്തിലധികം ആയപ്പോൾ മതി എന്ന് നിന്നോളൂ എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിച്ചത്. പക്ഷെ പിൽക്കാലത്ത് അത് ചരിത്രത്തിൽ ആ കിണറിൻ്റെ പേര് തന്നെ സംസമായി മാറി. ഇങ്ങനെ ഇവരുടെ ചരിത്രങ്ങൾ പിന്നെ അയവിറക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ഹജ്ജും ഈ ബലിപെരുന്നാളൊക്കെ നടന്നു പോകുന്നത്. പിന്നീട് ഇവിടെ ഈ ഒരു സംഭവം ഉണ്ടാകുന്നതിന് മുന്നേ വളരെ കഷ്ടപ്പെട്ട് വളരെ ആഗ്രഹിച്ച് പ്രതീക്ഷിച്ചിരുന്നതിൻ്റെ ഒടുവിലാണ്, അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ 90ഓളം വയസ്സെത്തിയപ്പോഴാണ് ഈ ഇസ്മായിൽ എന്ന് പറയുന്ന മകനെ അവർക്ക് ലഭിക്കുന്നത്. ആ ലഭിക്കുന്നതിന് മുമ്പ് അള്ളാഹു എന്ന് പറയുന്ന ഏക ശക്തിയിൽ മാത്രം മനസ്സ് വെച്ചുകൊണ്ട് നാഥനിൽ മാത്രം ഒഴുകിക്കൊണ്ടൊരു ജീവിക്കുന്ന ഒരു ജീവിതവും ശൈലിയുമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെത്. അങ്ങനെ മകനെയും കൂടി കിട്ടിയപ്പോൾ അള്ളാഹുവിലേക്ക് മാത്രം ചേർത്ത് നിർന്ന ഹൃദയം തൻ്റെ മകനിലേക്ക് കൂടി ഷെയറായി അള്ളാഹുവിനോടുള്ള താല്പര്യം കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് പരീക്ഷിക്കുന്നതിനും അതില്ല എന്ന് സമർത്ഥിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ബലിദാനം എന്ന് പറയുന്ന ഈ ഒരു പ്രക്രിയ അവിടെ രൂപപ്പെടുന്നത്. അതായത് വളരെ ആഗ്രഹിച്ചിരുന്ന മകനെ, സന്തോഷിച്ച് പ്രതീക്ഷിച്ചിരുന്ന മകനെ കിട്ടിയപ്പോൾ അള്ളാഹുവിനെ മറന്നു പോയേക്കാവുന്ന സാഹചര്യം ജീവിതത്തിൽ ഒരു വിശ്വാസിക്ക് ഉണ്ടാവാൻ പാടില്ല. എത്ര അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ കടന്നുപോയാലും അവൻ്റെ സൃഷ്ടാവായ പ്രപഞ്ചനാഥനെ അനുഗ്രഹിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും ആരാധിച്ചുകൊണ്ടും ജീവിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിക്ക് പ്രധാനവുമായിട്ടുണ്ടാവേണ്ടത് എന്നാണ് ഇന്ന് മനസ്സിലാകുന്നത്. അവിടെ ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഒരു സ്വപ്ന ദർശനം ഉണ്ടാവുകയാണ്, തൻ്റെ മകനെ എനിക്ക് വേണ്ടി ബലി നൽകണമെന്ന്. ആദ്യത്വവും രണ്ടാമത്തെയും പ്രാവശ്യം ഇബ്രാഹിം നബി അലൈഹി സ്വലാം അത് പിശാചിൻ്റെ ദുർബോധനം എന്ന് കരുതി. പക്ഷെ പിന്നീട് ആവർത്തിച്ച് വന്നപ്പോൾ അത് ദുർബോധനമല്ല, ദൈവത്തിൻ്റെ ഒരു സന്ദേശമാണെന്ന് ഉറപ്പാക്കിയ ശേഷം മകനെയും കൂട്ടി ബലിയർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അതിൻ്റെ സമർപ്പണത്തിനായി മകനെയും കൂട്ടി വീട്ടിൽ നിന്ന് പോയി ആ ബലിയർപ്പിക്കാനുള്ള രംഗത്ത് അവിടെ മകനെ കിടത്തി അറുക്കാനുള്ള രീതിയിലെത്തി. അള്ളാഹുവിനോട് പറയുകയാണ്, നിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ഞാനിതാ ഈ ദൗത്യത്തിന് മുതിരുകയാണ്, എന്നെ നീ സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു പറയുകയാണ്, നിന്റെ ഹൃദയം നീ എന്നിലേക്ക് പൂർണ്ണമായി നൽകിയപ്പോൾ, എന്നിലേക്ക് തിരികെ നൽകിയപ്പോൾ നിന്റെ മകനെ ഞാൻ തിരികെ നൽകുകയാണെന്ന് സന്ദേശം കൊടുത്ത് അവിടെ അടുത്ത് ഒരു മാലാഖ വന്നുകൊണ്ട് ഒരു ആടിനെ സമർപ്പിച്ച് ആ ആടിനെ ബലിദാനമായി നൽകാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് നൽകി. അന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ കൽപ്പന മകന് പകരം ആടിനെ അറുത്ത് നിർവഹിച്ചു. അതിൻ്റെ ഓർമ്മ കുറിപ്പുകളാണ് ഇന്ന് നമ്മൾ ബലി അറുക്കുന്ന ഓരോ അറിവുകളും. ഇങ്ങനെ ഇവിടുന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു സൃഷ്ടിക്ക്, ഒരു മനുഷ്യന് പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ അനുസരിക്കുകയും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും ആ വിധിവിലക്കിലൂടെ ജീവിച്ചു പോകുമ്പോൾ തൻ്റെ കൂടെ ജീവിക്കുന്ന സഹജീവികളോട് അനുകമ്പ കാണിക്കാനും അനുഭാവം കാണിക്കാനുള്ളൊരു സ്വഭാവം സ്വാഭാവികമായി ഇവരിൽ ഉണ്ടാവണം. അങ്ങനെ ആവുമ്പോൾ മാത്രമേ ഒരു ദൈവികമായ
രീതിയിൽ ഒരു രൂപത്തിൽ പിന്നെ റൂട്ടിൽ സഞ്ചരിക്കുന്ന മനുഷ്യനെന്നൊരു ഒരാൾക്ക് അവകാശപ്പെടാൻ സാധിക്കുകയുള്ളൂ. കേവലം ദൈവവും ഞാനും എന്ന് പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്കായിരിക്കണം സഹജീവികളോടും കൂടി കാരുണ്യം കാട്ടിക്കൊണ്ടുള്ള ജീവിതമായിരിക്കണം ഒരു വിശ്വാസിക്ക് ഉണ്ടാവേണ്ടത്. അതായത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വചനത്തിൽ കാണാം, ഇർഹമു മംഫിൽ അർളി ഇർഹമുക്കും മംഫിസ് സമാ. നിങ്ങൾ പിന്നെ പ്രപഞ്ചത്തിലുള്ള ആളുകൾക്ക്, കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ കാരുണ്യം ചെയ്യണം, എങ്കിൽ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ നാഥൻ നിങ്ങൾക്ക് കാരുണ്യം കാട്ടുമെന്ന്. അപ്പം ഇതൊന്ന് മനസ്സിലാകുന്നത് ദൈവവും താനും മാത്രമായ ഒരു ചുരുങ്ങിയ ജീവിതത്തിനപ്പുറത്തേക്ക് കൂടെ ജീവിക്കുന്ന സഹപാഠികളോടും സഹജീവികളോടും കൂടെ നിന്ന് കൂടെ ചേർത്ത് കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതവും അവരെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സമൂഹത്തിലേക്ക് അലിഞ്ഞു ചേർന്ന ജീവിതമാണ് ഉണ്ടാവേണ്ടത്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന എല്ലാ ആളുകളോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആ ഒരു ലെവലിലേക്ക് നമ്മുടെ ജീവിതം നമ്മൾ വികസിപ്പിച്ചെടുക്കണം, ആ ഒരു ലെവലിലേക്ക് നമ്മൾ ആയിത്തീരണം. അപ്പോൾ മാത്രമേ നമ്മുടെ ഈ വിശ്വാസം കൊണ്ടൊക്കെ ഒരു സാമൂഹികമായ ധർമ്മം നിർവഹിക്കുന്ന ഒരു വിശ്വാസം എന്ന് പറയാൻ കഴിയുകയുള്ളൂ. ആ രൂപത്തിലേക്ക് എല്ലാവരും വരണമെന്നാണ് ഈ പെരുന്നാളിൻ്റെ ദിവസത്തിൽ എനിക്കൊരു സന്ദേശമായി നൽകാനുള്ളത്. ലോകത്തെല്ലായിടത്തുമുള്ള ആളുകൾക്കും സമാധാനം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും.